ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഒരുങ്ങിക്കെട്ടി പോകുമ്പോൾ എവിടേക്കോ പോകണമെന്നല്ലേ പറയണം. അതേ ഗേസ്, നെല്ലിയാമ്പതിക്കൊരു ഉത്സവട്ടമാണ്. ആരൊക്കെയാണല്ലേ, കസിൻസൊക്കെ കൂടിയിട്ടാണ് ഗേസ്. ഇത് സനിക സുന്ദർ, സനിക ചേച്ചിയാണ് ഗേസ്. സുന്ദർ പറയുന്ന മാമൻ്റെ പേരാണ്. ഞങ്ങളെല്ലാവരും കൂടി നെല്ലിയാമ്പതിക്ക് പോകണം ഗേസ്. ഞങ്ങൾ രണ്ടുപേരും നടക്കുകയാണ്. മാമനും പിള്ളേരൊക്കെ ബസ്സിൽ പോയിട്ടുണ്ട്. ഇതുവരെ നെല്ലിയാമ്പതിക്ക് ഞാൻ പോയിട്ടില്ല ഗേസ്. നമ്മുടെ അവിടെ തന്നെ ആയിട്ട് ഞാൻ സ്ഥലങ്ങളിലൊന്നും പോയിട്ടില്ല. എൻ്റെ മുടി എന്തായാലും ലേറ്റ് എത്തണം ഗേസ്. ഇതുവരെ നെല്ലിയാമ്പതിക്ക് ഞാൻ പോയിട്ടൊന്നുമില്ല. നമ്മുടെ അവിടെ അടുത്ത് തന്നെ ആയിട്ട് ഞാൻ പോയിട്ടൊന്നുമില്ല ഗേസ്. അപ്പോൾ കസിൻസ് എല്ലാവരും കൂടി വെക്കേഷൻ ഇല്ല, അപ്പോൾ എല്ലാവരും കൂടി പോകാൻ വേണ്ടിയിട്ടാണ്. ലാസ്റ്റ് ഇല്ല ഗേസ്, അവൾ വരാൻ പറഞ്ഞു. അവളെ ലാസ്റ്റ് വെച്ച് പറ്റിച്ചു നമ്മളെ. എന്തായാലും വെയിലത്ത് മുടിൻ്റെ റെഡ് കളറ്. അപ്പോൾ ഗേസ് എല്ലാവരും ഫുള്ളായിട്ട് കാണുക, സ്കിപ്പ് ചെയ്യണ്ട. അവിടെ എത്തിയിട്ട് കാണാം. സെറ്റൊക്കെ ഗേസ്. ഋതു ഉണ്ട്, സനിക, മാമൻ ചിക്കി എല്ലാവരും ഉണ്ട് ഗേസ്. ഞങ്ങളെല്ലാവരും കൂടി നെല്ലിയാമ്പതിക്കുവാണ്. ഇല്ല ഋതു, നമ്മളിപ്പോൾ ബസ് കയറി ഇരിക്കുകയാണല്ലേ. സനിക സുന്ദർ രണ്ടടുത്ത് പോത്തുണ്ടിയാണ് കേസ്. ഇത് പോത്തുണ്ടി ഡാം. ഭയങ്കര കുളിക്കാൻ ഗൈസ്. ചിക്കി ഗേസ്, നമ്മളെ പോകുന്ന കുറച്ച് റിസ്ക് എടുത്ത വഴി കൂടിയാണ്. 2 ദിവസം മുന്നേ പുലിയൊക്കെ വന്നിട്ടുണ്ട് ഗേസ് അല്ലേ. ആന, പുലി, എല്ലാ സാധനങ്ങളും ഉണ്ട്. നമുക്ക് ടീവിലുണ്ടെങ്കിൽ അടുത്ത ബ്ലോഗിലൊക്കെ കാണാം. അയ്യ, അങ്ങനെയൊന്നും ഇല്ല, വെറുതെ പറഞ്ഞാണ് ഗേസ്. നല്ലൊരു എക്സ്പീരിയൻസ്. എന്താ പറയുക, എന്താണ് എന്താ പറയുക, ആ കൊടൈക്കനാലിൽ ഒരു വൈബ് ഗേസ്. അങ്ങനത്തെ ഒരു വൈബ്, ഫുള്ളൊരു സീന് മൂടാണ് ഗേസ്. ഒരു കുലുക്കം, കാട്, മല, ചിക്കി, പാറ, കുണ്ട്, മേട്, വീണ ചത്തു. അത്രയ്ക്ക് തന്നെ. ഒറ്റടി ഒരേ ഒരു റോഡേ ഉള്ളൂ ഇല്ലേ പോവാനും വരാനും. അതെ, ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് ആനനെയും പുലിനെയും എല്ലാത്തിനെയും കാണാം. ഭാഗ്യം ഉണ്ടെങ്കിൽ. കണ്ടില്ലേ, പോത്തുണ്ടി ഡാമൊക്കെ ഇതിൽ കൂടെ കാണണം. നമ്മൾ ഏറ്റവും ടോപ്പിക്കാണ് പോണത്.
ഉണ്ടാവില്ല. വീണ ഒരു പൊടി പോലും കിട്ടില്ല. കുറച്ച് പേടിയുണ്ട് ഇങ്ങനെ ആനയൊക്കെ പറഞ്ഞപ്പോ. ഒരു സമ്മനം കൂട്ടിട്ട് വരണം. പോത്തുണ്ടി ഇടാം. കൈയടിയണം. മേലെ കയറുന്നവരില് കുറച്ച് തണുപ്പൊക്കെ വന്നുകൊണ്ടേ ഇരിക്കണോ. ഇവിടെ ഭയങ്കര കാടും മരം, നല്ല കാറ്റ്, നല്ല വൈബുണ്ട് ഇവിടെ. കപ്പിൾസിനൊക്കെ പറ്റിയ സ്പോട്ടാണ്. കപ്പിൾസ് ഉള്ളവർ വരിക, നോക്കി സേഫായിട്ട് വരിക. അയ്യോ കുരങ്ങ് കണ്ടോ, കുരങ്ങ് അവിടെ കുറേ ഉണ്ട് ഗേസ്. കുരങ്ങ് 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 ഇതാ ഒരു കുരങ്ങ്. ഇത് വലിയ കുരങ്ങ്. ചെറിയ കുരങ്ങിനെ കാണിച്ചു തരാം. അമ്മയും കുട്ടിയും എല്ലാവരും കൂടി അവിടെ ഇങ്ങനെ നിൽക്കണ്ടായിരുന്നു. ബ്ലോക്ക് ആനയുണ്ടെങ്കിൽ പൊട്ടു. അതാ എന്താ ചാടണു. അതാ കണ്ടോ വീട്ടിൽ കണ്ടോന്ന് എനിക്കറിയില്ല. എന്താ ചാടി ചാടി പോണു. എല്ലാരും വഴിപടിക്കാൻ വേണ്ടി വരികയാണ്. വെക്കേഷനല്ലേ. ഇവിടേക്ക് KSRTC മാത്രമേ ഉള്ളൂ തോന്നണോ, അറിയില്ല. ഞങ്ങളെ വെട്ടിക്കടത്തി KSRTCനെ. ഹേ ചിക്കി ചിക്കി കുരങ്ങിനെ കണ്ടില്ലേ? ആന. ഇനി ഇവിടെ ആന ഉണ്ടാവുമെന്ന് നമുക്ക് നോക്കാം. ആരെയും തട്ടിക്കൊണ്ടുവന്ന് ഇട്ട അറിയും പോലും ഇല്ല. എന്താ അയ്യോ റോഡ്. ഞാൻ വിചാരിച്ചു ഇതാണ് റോഡ് പറഞ്ഞു വിചാരിച്ചു. നേരെ
ട്രാവൽ ചെയ്തിട്ട് ഇതാണ് ഫസ്റ്റത്തെ ബസ് സ്റ്റോപ്പില്ലേ, ആദ്യത്തെ സ്റ്റോപ്പ്. ഇത്ര നേരം നമ്മൾ എവിടെ നിർത്തിയില്ലല്ലോ. ഒരു AC ഒക്കെ ഇട്ടൊരു ഫീല്. കുറച്ച് നെല്ലിയാമ്പതിന്റെ വൈബെത്തി. കാപ്പിത്തോട്ടം. കാപ്പിയാണോന്നൊന്നും എനിക്കറിയില്ല, കണ്ടപ്പോ തോന്നി കാപ്പിയാണത്. നമുക്ക് കുറച്ച് ചായ വാങ്ങി കുടിക്കുന്നിട്ട് അതിന്റെ ടേസ്റ്റ് വരും. കൂടുന്നൊരു ചായന്റെ ടേസ്റ്റ് ഡിഫറെന്റ് ഉണ്ടോന്ന് നമുക്ക് നോക്കാം. ഇത് മാടാണ്. മാട് കണ്ടു. അത് നിങ്ങളുടെ അവിടെ എല്ലാവരും ഉള്ളതല്ലേ. അതാ ആനനെ ഒന്നും കണ്ടില്ലേ, കുറച്ച് മാടിനെ കണ്ടു. KSRTC. കാലൊക്കെ തണുക്കണം. AC വൈബ്. തീരാത്ത വീടൊക്കെ ഉണ്ട് അല്ലേ. എന്താണ്ടി സെക്കൻഡ് സ്റ്റോപ്പ്. അയ്യത് കാപ്പിയൊന്നുമല്ലടി, ഇത് കാപ്പിയൊന്നുമില്ല. ലേ ഒരു ആനനെങ്കിലും കാണണ്ടേ പറഞ്ഞു. അല്ലെങ്കിൽ നെല്ലിയാമ്പതിക്ക് വന്നതിൻ്റെ ഒരു ഗുമ്മുണ്ടാവില്ല. പാഷൻ ഫ്രൂട്ട്. എൻ്റെ വീട്ടിലുണ്ട് കുറേ പാഷൻ ഫ്രൂട്ട് ഉണ്ടായിരുന്നു, ഇപ്പം ഇല്ല. ഞാൻ ഇതുവരെ വന്നിട്ടൊന്നുമില്ല. ഫസ്റ്റ് ഇത് അത് മറ്റേ ഗാർഡനാണല്ലേ, ഫ്ലവേഴ്സിൻ്റെ. ചേച്ചി പണി കൊടുക്കണം രാവിലെ തന്നെ, ചെടി വൃത്തിയാക്കുക. ഇതാ നോക്കട്ടെ, സൂപ്പറായിട്ടില്ലേ പോവും. നല്ല വെറൈറ്റി ഓഫ് ഫ്ലവേഴ്സ്. കുറച്ച് ഇംഗ്ലീഷൊക്കെ വരുന്നുണ്ട്. ആരും എനിക്കൊരു ഒരു മറ്റു പീസ് തന്നു. അതിനെ നമ്മൾ അതിനെ എത്തിയിരിക്കണു. സെറ്റാക്കാനൊന്നുമില്ല, ഇവിടെ എത്തി. ബസ് ഇറങ്ങിയിട്ട് ഞങ്ങൾ അവിടെ ഒരു തോട്ടത്തിൽ കാണാൻ പോകണല്ലേ. ഓറഞ്ച് ഫാം. അതെ, അറിയില്ല, മറ്റേ ഓഫ് റോഡൊക്കെ പോകാൻ 1000 എത്ര ജീപ്പൊക്കെ എടുത്ത് അടിപൊളിയായിട്ട് പോവാ. പക്ഷെ ഭയങ്കര എമൗണ്ട് പറയുന്നു.
ഓറഞ്ച് ഫാമിക്ക് പോവാണ് ഇപ്പോൾ. ടിക്കറ്റ് എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ ഫ്ലവേഴ്സും പിന്നെ എന്താ പറയുക ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. എന്താണ് ഇപ്പൊ ലേസ് തിന്നാൻ പറ്റില്ല. പിള്ളേരെ കൊണ്ടുവന്നത് ഇത് തന്നെ ലേസ്. ഇത് ഈ ഫ്ലവർ നോക്ക്, വെറൈറ്റി ഫ്ലവേഴ്സ്. തൊടാൻ പറ്റുമോ? ഇതിൻ്റെ അകത്തൊക്കെ തലപ്പൊക്കെ വലിക്കാൻ പറ്റുമോ? ഇത് വലിക്കട്ടെ കുറച്ച്. അങ്ങനെയുള്ള ഫ്ലവേഴ്സിൻ്റെ തലപ്പ് വലിച്ചും കൂടെ നമുക്ക് ഒന്ന് ഓടാം. നല്ല ഭംഗിയുള്ള എൻ്റെ പുതിയ ചെരുപ്പ്. ഇവിടെ നിന്നൊക്കെ ബാക്ക്ഗ്രൗണ്ട് അടിപൊളിയായിട്ടുണ്ടല്ലേ. ഇരിക്കാനുള്ള സ്പോട്ട്. താമര എവിടെ? ആപ്പിളൊന്നും കാണാനില്ല. ഇത് എന്തിനായിട്ട് ഇരിക്കണം? എത്ര നേരം ഇരുന്നത് പോരെ? ഫോട്ടൊക്കെ എൻ്റെ വീട്ടിലുണ്ട്. നമുക്കൊരു ഫ്ലവർ വലിക്കാറി ചീത്ത പറയും എന്തോ. നമ്മൾ പൈസ കൊടുത്തിട്ടല്ലേ പിന്നെ ഒരു നല്ലൊരു ഫ്ലവർ അപ്പുറത്ത് വെച്ച് വലിക്കാല്ലേ. ക്യാമറയുണ്ടോ എന്തോ പേടിയാവണോ? ഉണ്ട്. ആ വേണ്ട കേസ്. അവിടെ ഒരു ചേച്ചി ഉണ്ട്. ചീത്ത പറഞ്ഞാൽ നമ്മളെ സീനാണ്. ഡാ ഋതു പോകുമ്പോൾ എനിക്ക് റോസ് വെച്ചാ എന്താ കാണിക്കണ? വാഷ്റൂമിക്ക് വന്നിരിക്കുകയാണ് കേസ്. ഇവിടെ പാഷൻ ഫ്രൂട്ട്. ആ ചേച്ചി തല്ലിയേ കൊല്ലും നമ്മളെ. ഞാൻ അവിടെ നിന്ന് കുറച്ച് ഫ്ലവർ റോസ് വലിച്ചിട്ടുണ്ട്. ചെമ്പരത്തി ആയിരിക്കും സെറ്റ് ആയിരിക്കും. അത് അവിടെ ചെമ്പരത്തിൻ്റെ അത് കുത്തി വയ്ക്കും. ഇത് പച്ച ഉണ്ടാകും. പാഷൻ ഫ്രൂട്ട് ഇതൊക്കെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളാണ്. നമ്മൾ പിന്നെ ഇത് കാണാൻ വേണ്ടി വെറുതെ നെല്ലിയാമ്പതി കണ്ടിട്ടില്ല. അപ്പോൾ വൈബ് അടിക്കാൻ വേണ്ടി വന്നതാണ്. ഗേസ് അവിടെ മേലെ എന്തൊക്കെ ഉണ്ട് പറയണ്ടത്. നമുക്ക് നോക്കാൻ വേണ്ടി പോവാം. ഇതുവരെ വന്നിട്ടൊന്നുമില്ലല്ലോ നെല്ലിയാമ്പതിക്ക്. അപ്പോൾ ഫസ്റ്റത്തെ എക്സ്പീരിയൻസ് ബസ്സിൽ അടിപൊളിയായിരുന്നു ഗേസ്. നല്ല തണുപ്പ്, AC, അങ്ങനത്തെ ഒരു വൈബ് അല്ലേ. നമുക്ക് മേലെ പോവാം. പാവ സനിക്ക ബാഗ് തൂക്കണ വ്ളോഗ് എടുക്കണ്ടെന്ന് വീഡിയോ. ചിക്കി ബിസ്ക്കറ്റ് കഴിക്കാം. കണ്ണ് കണ്ട വേണ്ട കഴിച്ചോ? അവന് കണ്ണേ കാണാനുള്ളടി. ആപ്പിള് ചോദിച്ചപ്പോ തന്നില്ല അല്ലേ? അതിന് 500 വലിച്ച 500 രൂപയാണ്. ഓടാ. ആ വെറൈറ്റി ഓഫ് മുളക് വലിക്കാൻ. അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റുമോ? ഇതിൻ്റെ ഉണ്ട മുളക് എൻ്റെ വീട്ടിലുണ്ട്. ഇത് പച്ചങ്ങ ടേസ്റ്റ് ഉണ്ടാവില്ലടാ. ഒരു വീട് പറഞ്ഞത് ഇപ്പൊ കേറാൻ പറ്റില്ല ചിക്കി. ഇപ്പൊ പറ്റില്ല. അവരവിടെ കയറട്ടെ. ഇവരൊക്കെ കയറും. അപ്പോഴേക്കും നമുക്ക് അങ്ങോട്ട് പോയിട്ട് വരാം അല്ലേ? കുളത്തിലൊന്നുമില്ല ചിക്കി. വാ കൈ പിടിക്ക്. ആ കുളത്തിൽ പോവുണ്ട്.
ആ അതെ, ഇതൊക്കെ നമ്മുടെ അവിടെ ഉള്ളതാണ്. ചക്കയും അല്ലേ? ഇതിന്റെ മോങ്ങാണുള്ള ചക്കി. ഇവിടെ കാണാൻ പ്രത്യേകിച്ച് ഒന്നും ഇല്ലടി. ഇപ്പൊ എന്താ നെല്ലിയാമ്പതി പറഞ്ഞ എന്താണ്? തേയിലത്തോട്ടം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഓഫ് റോഡ് പറയുമ്പോ ഫുള്ള് സെറ്റാണ്, പക്ഷെ പൈസ കൂടുതലല്ലേ? പക്ഷെ നിറയെ ആൾക്കാരുണ്ടെങ്കിൽ സെറ്റാണ്. ആടി ബോയ്സ് നമ്മളിങ്ങനെ നമ്മുടെ അതെ താമരക്കുളം താമര. ഇതെന്താ? ഇതൊക്കെ വലിച്ച 500 രൂപ കൊടുക്കണം. ആരും ഉണ്ടാവും ഇത്? വാഴ കാണാനാണ് നമ്മൾ വന്നത്. കൊയ്യാക്ക, വാഴ, പാഷൻ ഫ്രൂട്ട്. ഇതെന്ത് ചെടിയാണ്? പോടാ, ഇലയുടെ ഉണ്ടാക്കണ ഇല. ആ ഇതെന്താ ഇതാണ്? പാഷൻ ഫ്രൂട്ട്. അത് ആ പൂവ് എന്തായാലും ഇടാ. പിടിച്ച പൈസ ഉണ്ടായാലും CCTV ക്യാമറ ഉണ്ടടാ. മുന്തിരിങ്ങയൊക്കെ അപ്പൊ എവിടെയാണ് ഉള്ളത്? ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ ഓടണ പാഷൻ ഫ്രൂട്ട്. ആ എന്താണ്? വാ വാ പറയൂ. ഇവര് പഴുത്ത അപ്പ വലിച്ചു കൊണ്ടുപോകണ തോന്നുന്നു അല്ലേ? എന്റെ വീട്ടിലുണ്ടായിരുന്നു പാഷൻ ഫ്രൂട്ടൊക്കെ. ഞാനും എന്തൊക്കെയോ വിചാരിച്ചു. എന്റെ സണിക്ക് അവിടേക്ക് വന്നിട്ട് ബാഗ് നോക്കിട്ട് ഫീസ് പഠിക്കാനാ. നീ അവിടേക്ക് വന്നാണ്ടോ? ഞാനും സ്കൂളിലേക്ക് തൊടണ്ട അങ്ങനെ പറഞ്ഞു. ഇത് ഓറഞ്ച്. തൊടാൻ പറ്റില്ല. ഇതാ ഒരു ഓറഞ്ച്. ഇത് എടുക്കാൻ പറ്റുമോ? ഇത് കഴിക്കാൻ പറ്റില്ലേ? ഓ അത് ഓ ഇത് താഴെ എന്തൊന്നും എടുക്കാൻ പറ്റില്ല എന്ന സംഭവം. ഇതൊക്കെ എടുക്കാൻ ആൾക്കാർ വരും പറയാണ്. അതെ ഇതൊന്നും എടുക്കാൻ പറ്റില്ല. ഇത് വിൽക്കാനാണ്. എടുക്കാൻ പറ്റില്ല. ആവശ്യമില്ലല്ലോ. മുട്ടക്കോസല്ലേ? എന്താ നോക്കത്തോട്ടാ? നിന്റെ അതേ ഷർട്ടിന്റെ കളറ്.
എന്ത് എവിടേക്ക് പോകണം? അവിടേക്ക് പോകാൻ പറ്റില്ല, അവിടെ ഒന്നുമില്ലാന്ന്. വാ നടക്ക്, അവിടെ ഒന്നുമില്ല കേട്ടാ. കണ്ട അവിടെ ഫുള്ള് ഇങ്ങനെ അടച്ചിരിക്കുകയാണ്. ഡേ സനിക, ഡേ സനിക, കോളിഫ്ലവർ. ഇത് ക്യാബേജാണ്. ചീര. ഇത് കാണാനാ നമ്മൾ വന്നിരിക്കണം നെല്ലിയാമ്പതിക്ക്. പക്ഷെ ബസ്സിലൊരു എക്സ്പീരിയൻസ് അത് അടിപൊളിയായിരുന്നു അല്ലേ? കമ്പനി. ഞാൻ ഇതുവരെ നെല്ലിയാമ്പതിക്ക് വരാത്തതുകൊണ്ടാണ് തോന്നുന്നു ഞാൻ കുറേ എക്സ്പെക്റ്റ് ഒക്കെ ചെയ്തു. പക്ഷെ പ്രത്യേകിച്ച് ഇവിടെ ഒന്നുമില്ല. ഈ ഫ്രൂട്ട്സ് കാര്യങ്ങളും പിന്നെ എന്താ പറയുക, ഓറഞ്ച്, ഇവനൊക്കെ നേരത്തെ വന്നിട്ടുണ്ടല്ലേ? അയ്യോ ഫോക്കസ് ആവുന്ന. എന്നിട്ട് എന്തായിരുന്നു, എന്താ ഇവിടെ ഉള്ളത് കാണാൻ? ഇവിടെ തേയിലത്തോട്ടമുണ്ട്, പിന്നെ എന്തൊക്കെയുണ്ട്. തേയിലത്തോട്ടം മേലെയല്ല, അങ്ങോട്ട് പോണ്ടേ? ചിക്കി സാസിനെ വിളിച്ചതാണ് കേസ്, അവള് വന്നില്ല. ഞങ്ങൾ ശരിക്കും വേറൊരു ദിവസമായിരുന്നു പ്ലാൻ ചെയ്ത്, പക്ഷെ അത് ഫ്ലോപ്പായി. പെട്ടെന്ന് അങ്ങനെ വന്നതാണ്. മുടി കളർ, അതെ പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട്. മുടി കളർ അടിച്ചതൊക്കെ എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. ഭയങ്കര ചൂട് കേസ്. കണ്ടു, ഞാൻ കാണിച്ചു തരാം. എൻ്റെ മുടി കാണിച്ചു തരാം കേസ് ഞാനിപ്പോൾ. കേസ് ഇതാണ് എൻ്റെ മുടി, എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക അല്ലേ? ചിക്കി നമുക്ക് താമര വലിക്കാം. ആ താമരയില്ല, അത് റോസ്. എവിടെ? നമുക്കിനി ഇതിൽ കൂടെ തന്നെ പോവാ. പക്ഷെ ബസ്സിലൊരു എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു അല്ലേ? ബസ്സിൽ പറയുമ്പോൾ ബസ്സിൽ അടിപൊളിയായിരുന്നു. നല്ലൊരു AC, ഇങ്ങനെ കുലുങ്ങി അപ്പുറത്തെ കാട്, ഒറ്റടി റോഡ്, അതൊക്കെ ഭയങ്കര ഒരു സീൻ വൈബായിരുന്നു. വെയിലുണ്ട് പക്ഷേ ഗേസ്. ഇപ്പം എന്തോ ഇതാ ഈ വീടില്ല, എന്താണ് എയർ മാറുമോ, എന്താണ് എയർ മാറാമെന്ന് എനിക്ക് പറയാൻ കിട്ടില്ല. നമ്മൾ അവിടേക്ക് പോവുകയാണ് കയറാൻ. ഇത് മറ്റേ ലില്ലി അതില്ലേ, ഒരു കൊച്ചു TV ഉണ്ട്. നിക്കടാ, നമുക്ക് വന്നിട്ട് പോവാ. നീയാ മേമ? ഇവന്റെ കൈകൾ നല്ല തണുപ്പടി. എനിക്ക് പേടിയാണോ? കയറുമോ? വേണ്ട വേണ്ട ചിക്ക്, വേണ്ട ചിക്ക്, വേണ്ട എനിക്ക് പേടിയൊന്നും നിർത്തി. പേടെ കയറ ഒരു പേടി. എങ്ങനെയുണ്ടാ? ഫസ്റ്റ് ലില്ലി പറയും. ഇപ്പൊ ഹൈഡി പറഞ്ഞ കൊച്ചു TVയിൽ എങ്ങനത്തെ ഒരു ഇതുണ്ട് ഇല്ലേ, കണ്ടിട്ടുണ്ടാ? കൊച്ചു TVയില് ഹൈഡി പറഞ്ഞതില് ഇതിന് മേലെ കയറാൻ ചെറിയ പേടിയുണ്ടായിരുന്നു. പെട്ടെന്ന് കയറി എനിക്കൊരു കൊച്ചു TVയിലൊരു ഫീലൊക്കെ. എൻ്റെ അനിയനില്ല, ഞങ്ങളുടെ വീട്ടിൻ്റെ അവിടെ ഇതേപോലെ പേടിയാണ്. ഇതേപോലെയുള്ളൊരു ഇത് കെട്ടിയിട്ടുണ്ട്. എന്താണ്ടാ, എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? അതോ വീടിൻ്റെ അവിടെ ഇങ്ങനെ ഒരു പന്തൽ കേട്ടാ. ഇവിടുന്ന് ഫുഡ് കഴിക്കാൻ പറയണം. അമ്മ ഇഡ്ഡലിയൊക്കെ ആക്കി തന്നു. ഇതാക്കിക്കൊണ്ട് നമുക്ക് അടുപ്പ് വിടാമല്ലോ. ചെറിയ പേടിയുണ്ട് കേസ്. എനിക്കങ്ങനെ മേലേക്ക് വരുമ്പോൾ ഒരു പേടിയാണ്. അങ്ങനെ ചെറിയ പേടിയുണ്ടായിരുന്നു, നമ്മൾ നടക്കാൻ വേണ്ടി പൊട്ടുമോ അങ്ങനത്തെ ഒക്കെ ഒരു പേടി. അതുപോലെ തന്നെ എനിക്ക് ബസ്സിൽ വരുമ്പോൾ ചരിഞ്ഞു വീഴുമോ എന്നിട്ട് അതാ ബസ് വരുന്നു. ബിസ്ക്കറ്റ് കഴിക്കണം. എവിടെ വന്നാലും ഇങ്ങനത്തെ പിള്ളേർ കറി പിടിച്ച കുരങ്ങ് പിള്ളേരുണ്ടാവും. വിശക്കണോ? അവൻ ശക്തിമാനെ സ്പൈഡർമാനെ പോലെ ഇറക്ക്. നീ പിള്ളേർ ഇതിന്റെ മേലെ കയറിയാണല്ലേ? അവിടെ വീട് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ജെറി എവിടെ നടാ? എവിടെ ജെറി? ശരിക്കെത്തിയിടാ, ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ലടാ. എവിടെ നിന്നാണ്? നല്ല ടേസ്റ്റ് ഉണ്ട്. സൂപ്പർ. ഇന്നത്തെ അവിടെ നിന്ന് വലിച്ച സുട്ടാണ്.
തന്നതാണ്, ഞാൻ വിചാരിച്ച് വലിച്ചാണ് പറഞ്ഞ് വിചാരിച്ചു. കുറച്ച് തണുപ്പുണ്ടല്ലേ ചേച്ചിക്ക്? എവിടെ? സ്ട്രോബെറി ഡയറി മിൽക്ക് കൊണ്ട് കഴിക്കണം എന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. ഏത്? ആ സ്ട്രോബെറി ആണത്. അയ്യ അതിൽ കൂടെ പോകാൻ പറ്റും. എവിടെ പോകണമെങ്കിലും ബാഗ് ഉണ്ടാവും. ഡി ഇപ്പോഴേ ഒരു ഇതായിക്കോ, എന്നാലും കല്യാണം കഴിഞ്ഞാൽ നീയും ഇങ്ങനെ ബാഗ് തൂക്കി നടക്കണ്ട കുട്ടീനെ വെച്ചിട്ട്. ഇവൾക്ക് ചെക്കനെ നോക്കണ്ടേ? അത് ചെക്കന്മാർക്ക് ഇഷ്ടമായെങ്കിൽ DM4 സനിക സുന്ദർ ഇൻസ്റ്റ ID. നല്ല ഭംഗിയുണ്ട്. പക്ഷെ അതൊക്കെ ഇവിടെ ഫുള്ള് ഇങ്ങനെ നടത്തിട്ട് വാടി തേയില തൊടത്തേക്ക് പോവാ. പോയാലോ? എന്താണ്ട് ഇടി കണ്ണി കണ്ണി തിന്നണ്ട ചാവോടി. എന്താണത്? അവിടെ വലിക്കടാ. അയ്യേ നീ വലിക്കണം. അമ്മ പൈസ കൊടുത്തിട്ട് കയറിയത്. ഇവിടെ 2 വലിച്ചു കേട്ടാ. അതാ ഞാൻ പറഞ്ഞത് നീ തിന്നാൻ പറ്റും. പക്ഷെ ഇല്ല, ആപ്പിളിനെ പോലെ തോന്നുന്നുണ്ട്. ഇവിടെ എല്ലാം തിന്നാൻ പറ്റും. എന്നോട് ചോദിച്ചപ്പോൾ ചെറിയാണ് പറഞ്ഞു. അങ്ങനെ അവള് വലിക്കാൻ തുടങ്ങി പോയിട്ട് കൊണ്ടുപോയെന്ന്. എന്നിട്ട് എന്തിനാണ്ട വലിക്കണേ? എല്ലാം ആ വീട്ടിൽ പോയിട്ട് നെല്ലിയാമതിക്ക് പോയിട്ട് കൊണ്ടുപോകുന്നാണ് പറയാ. കാണിക്ക്. ബാഗിലിടാ. അതോ ബാഗ് അവിടെ വെച്ചില്ല. മതി ഇടാടാ. മരം കയറാണ്ടാ. ഇവിടെ സ്ട്രോബെറി ഉണ്ട് പറഞ്ഞപ്പോൾ ഇവിടുത്തെ ഒരു ആൻറ്റി ഇവിടെ വന്ന് കമ്പനി ആയപ്പോൾ അങ്ങനെ കൊണ്ടുപോകണല്ലേ. തണുപ്പുണ്ടാ? വേണ്ട. സ്ട്രോബെറി അതാ. സ്ട്രോബെറി താഴെ. ഒക്കെ വലിക്കന്നെ. എന്താ സാധനം? എന്താണ്ട് ഇത്? നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവും കേട്ടോ. ഇവിടെ കൂളിങ്ങിലുണ്ടാവുള്ളൂ. ഇതെന്താണിത്? മിൽക്ക് ഫ്രൂട്ട്. മിൽക്ക് ഫ്രൂട്ടാ? കഴിച്ചോ? ഇവിടെ മഴ പെയ്തില്ലേ? മഴ പെയ്തപ്പോ തൊലി തിന്നാൻ പറ്റുമോ? തൊലിയല്ല, അതിന്റെ ഉള്ളിലുള്ളതാ തിന്നാൻ. ഇത് മാത്രം നമുക്ക് കഴിക്കാം. അത് കഴിക്കും. നീ കഴിച്ചോ? തോല് ഒട്ടിയിരിക്കുന്നതാണ് കഴിക്കാം. അവിടെ എനിക്ക് വേണ്ട. എങ്ങനെയുണ്ട്? എനിക്ക് വേണ്ടാന്ന്. എങ്ങനെയുണ്ട്? പോയല്ലോ. ജ്യൂസ് വിട്ട് കളിക്കില്ല. അത് കാണിച്ചു കൊടുക്ക്. അവിടെയുള്ള എനിക്ക് എന്തിനൊക്കെ വലിച്ചിട്ട് തിന്നണോ? പിന്നെ തേയില തുടത്തേക്ക് പോണ കേസ്. ഇതെന്താ? ഇത് ഫുള്ള് എന്താണ്? ഇത് ചായത്തോട്ടം. ഇതിൽ അട്ടയൊക്കെ ഉണ്ടാവും പറഞ്ഞ. അട്ടയുണ്ടാവും. അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഏത്? ഒരു മുട്ടുകൊസിൻ്റെ ഒക്കെ ഒരു സ്മെല്ലല്ലേ.
ഇവിടെ ഇതൊക്കെ തന്നെ തോന്നുന്നു വേറെ ഒന്നും അപ്പോൾ ഈ സൈഡ് സൂപ്പർ ആയിരിക്കും അവിടെ നല്ല ഭംഗിയുണ്ട് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഇവിടെയല്ലോ മറ്റേ അപ്പുറത്ത് വാട്ടർഫാള് അവിടെയൊക്കെ സെറ്റായി ഇതിൻ്റെ ഇടയിൽ നിൽക്കും ഞാൻ ഫോട്ടോ എടുത്തരാം ഇതതിനെ മിക്സിയിലോട്ട് അരിക്കണം അയ്യേ ഇതെന്താണെന്നൊന്നും അറിയില്ല കേസ് ഇതിനെ പറഞ്ഞുതരാനും എനിക്കറിയില്ല ഇത് ഫുള്ളും ഇവിടെ തേയിലത്തോട്ട് പോകണം ഇവിടുന്ന് ഏറ്റവും വരെ ഇവിടെ ഒരു വീടുണ്ട് പിന്നെ അത് സ്കൂളൊക്കെ ആണല്ലേ ഇവിടെ പ്രത്യേകിച്ച് ഒന്നുമില്ല കാണാൻ നല്ല ഋതു ബൈക്കിൽ പോണെങ്കിൽ എല്ലായിടക്കും കറങ്ങിട്ട് വരാം അല്ലേ ബസ്സിൽ പോയി ഇതിൽ ഒരു കായ പോലും ഇല്ലടാ കായല്ലേ എലിയ വീട്ടിൽ എലിയാണ് എലിനെയാണ് ആക്കണ എവിടെ എവിടെ ഞാൻ മതിക്ക് വന്നിട്ട് 50 രൂപയ്ക്ക് തരുമോ എന്താ നല്ലതാണ് ആ വലിയ ബോക്സ് ഇല്ലേ വേണ്ടാന്ന് ജ്യൂസ് കുടിച്ചല്ലേ സൂപ്പർ ആയിട്ടുണ്ടല്ലേ തോട്ടവും മറ്റേ ഫ്രൂട്ട്സിന്റെ കാര്യങ്ങളൊക്കെ അത് കണ്ടുള്ളൂ അവിടെ സൂസൈഡ് പോയിന്റ് അവിടേക്കൊന്നും പോലെ ഞങ്ങൾ നേരെ ബസ് കയറി ബാക്കിൽ ഇരിക്കുകയാണെങ്കിൽ ഇവിടെ ഫുള്ള് പോകണം നല്ല ക്ലൈമറ്റ് നമ്മളെന്തിനാണ് ആ പാലക്കടൊക്കെ ചൂടെടുത്ത് ഇരിക്കുന്നത് കണ്ടില്ലേ ഫുള്ളൊരു മഞ്ഞ പോലെ നല്ല സെറ്റായിട്ടുണ്ട് കാണാൻ നല്ല തണുപ്പും എസിന്റെ ഒരു വൈബ് എന്തിനാണ് നമ്മുടെ ഈ പാലക്കാട് എസിയും കൊടുത്ത് കറണ്ട് ബില്ലും കൊടുക്കേണ്ട ആവശ്യമില്ല ഒരു 100-200 വന്ന് രാവിലെ വൈകുന്നേരം വരെ ഇരുന്നിട്ട് വൈകുന്നേരത്തെ വീട്ടിലേക്ക് പോകാം ഞാൻ സീ വഴി കൂടെ പോയാലാണ് എന്ത് പറയാ ഏഷ്യൻ പറയാ സൂസൈഡ് എനിക്കറിയില്ല കേസത്തിനെ പറ്റിയിട്ടുള്ളൂ ഫുള്ള് നല്ല തണുപ്പ് കേസ് ഞങ്ങൾ വീട്ടിലേക്ക് പോകണം അപ്പോൾ ഞങ്ങൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് കേസ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഭയങ്കര കുളിക്കും കേസ് ഓക്കെ ബൈ വേറെ വീഡിയോയിൽ കാണാം ബൈ ബൈ ആന്ന് ഫുള്ള് കോടമഞ്ഞാണ് കുരങ്ങിനെ കണ്ടോ